സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘാടകരായ കേരളോത്സവത്തിൽ മുസ്ലിം വിരുദ്ധ ടാബ്ലോ പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധം. സാംസ്കാരിക ഘോഷയാത്രയിൽ അവതരിപ്പിച്ച ശൈശവവിവാഹത്തിനെതിരായ ടാബ്ലോയിലാണ് മുസ്ലിം വിരുദ്ധത. മുസ്ലിം വേഷധാരികളായ കഥാപാത്രങ്ങളെയാണ് ടാബ്ലോയിൽ അണിനിരുത്തിയത്. കോതമംഗലത്ത് UDF പ്രവർത്തകൻ യുവജന കമ്മീഷൻ വൈസ് ചെയർമാന്റെ കോലം കത്തിച്ചു. അതേസമയം ഈ ടാബ്ലോ തയ്യാറാക്കിയത് നെല്ലിക്കുഴി പഞ്ചായത്താണെന്നാണ് S. സതീഷ്, യുവജന കമ്മീഷൻ വൈസ് ചെയർമാൻ, അല്പം മുമ്പ് മീഡിയയോട് പറഞ്ഞത്. ഇപ്പോൾ PM മജീദ്, നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ്, ടെലിഫോൺ ലൈനിലുണ്ട്. മജീദ്, ഇത് നിങ്ങൾ തയ്യാറാക്കിയ ടാബ്ലോയാണോ? പഞ്ചായത്ത് തയ്യാറാക്കിയതാ. അതിന്റെ ചുമതല ആർക്കായിരുന്നു? ഇത് കേരളോത്സവത്തിന്റെ ഭാഗമായിട്ട് സാംസ്കാരിക ഘോഷയാത്ര കോതമംഗലത്ത് നടന്നത്. അതിനകത്ത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരവരുടെ ബാനറിന്റെ കീഴിലാണ് നടന്നത്. ഇപ്പൊ ഞങ്ങളുടെ നെല്ലിക്കുടി പഞ്ചായത്തിന്റെ ബാനറിന്റെ കീഴിൽ ഈ ഒരു ടാബ്ലോ തന്നെയല്ല 6ഓളം പ്ലോട്ടുകൾ ഞങ്ങൾ അവതരിപ്പിച്ചു. അത് മയക്കുമരുന്നിനെതിരായ വിവാദങ്ങൾ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അല്ല, പറയട്ടെ, മയക്കുമരുന്നിനെതിരായിട്ട് ഞങ്ങൾ ചേർന്ന് മതസൗഹാർദ്ദം, അതുപോലെ തന്നെ മാലിന്യ പ്രശ്നം, ഈ ശൈശവ വിവാഹത്തിനെതിരായ എന്നിങ്ങനെയുള്ള പ്ലോട്ടുകളാണ് അവതരിപ്പിച്ചത്. ഇതൊക്കെ വളരെ സതുദ്ദേശത്തോടുകൂടി തന്നെയാണ് ചെയ്തത്, അല്ലാതെ വേറൊരു കാര്യം ഉദ്ദേശിച്ചു തന്നെയല്ല. ഈ ശൈശവവിവാഹത്തിനെതിരായ ടാബ്ലോയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി പഞ്ചായത്തിന് തോന്നിയോ? ഒന്നും തോന്നിയില്ല. ഞങ്ങൾക്ക് ആ കാര്യത്തിനകത്തൊരു അസാധാരണത്വം തോന്നിയില്ല ആർക്കും. അതാരും ശ്രദ്ധയിലും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ഇതിങ്ങനെ ഒരു വിവാദമായി കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ വന്നത്. അങ്ങനെ ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞങ്ങൾ നിർവാചകം ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഞങ്ങൾ ആരെയും മോശമാക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിലല്ല ഇത്. ഒരു സതുദ്ദേശത്തോടെ ഒരു സാംസ്കാരിക ഘോഷയാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് ആയിരക്കണക്കിന് ആളുകൾ അതിനകത്ത് അണിനിരുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ബാനറിന്റെ കീഴിൽ അതിനകത്ത് 6 പ്ലോട്ടുകൾ അവതരിപ്പിച്ചു. അതാണ് ഞങ്ങൾക്ക് അതിനകത്ത് പറയാനുള്ളത്. അതിനകത്ത് വേറെ മജീദ്, ഈ ശൈശവവിവാഹത്തോടനുബന്ധിച്ചുള്ള ഈ പ്ലോട്ടിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് ഇപ്പോഴും കരുതുന്നില്ല? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഖേദം, അത്രേ ഉള്ളൂ. നമ്മൾ ഈ കാര്യത്തിൽ ഞങ്ങൾ സതുദ്ദേശത്തുള്ള ഈ കാര്യത്തിനകത്തുണ്ടായിരുന്നു. ആ സതുദ്ദേശം എന്താണ് മജീദ്, ഒന്ന് പറയാമോ? ഈ ശൈശവവിവാഹത്തിനെതിരായിട്ടുള്ള ഒരു ടാബ്ലോ അവതരിപ്പിക്കുമ്പോൾ അതിൽ ഈ പറയുന്ന ഒരു മുസ്ലിം വേഷധാരികളെ അവതരിപ്പിക്കുക, അതിന്റെ ഉദ്ദേശം എന്താണ്? അങ്ങനെയൊന്നും നമ്മൾ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമില്ല അതിനകത്ത്. അതായത് ഈ ശൈശവവിവാഹം നടക്കുന്നത് ആ കമ്മ്യൂണിറ്റിയിലാണ് എന്ന് കാണിക്കുകയായിരുന്നു ലക്ഷ്യം. ഒരു സന്ദേശം അതിനകത്തുള്ളൂ, അല്ലാതെ അതിനകത്തൊരു വേറൊരു വിഭാഗത്തെയോ അങ്ങനെയുള്ള ഒരു സംവിധാനം ഞങ്ങൾ ആലോചിച്ചിട്ടൊന്നുമില്ല കാര്യത്തിൽ. ഞങ്ങൾ ആ ഒരു ഞാൻ ചോദിക്കുന്നത്, ഈ ശൈശവവിവാഹം നടക്കുന്നത് പ്രധാനമായി ആ കമ്മ്യൂണിറ്റിയിലാണ് എന്ന് കാണിക്കുകയായിരുന്നു അതിന്റെ ലക്ഷ്യം. അങ്ങനെയൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ആ ഒരു വിഷയം ഞങ്ങളും ഓർത്തിട്ടില്ല ആ കാര്യത്തെ കുറിച്ച്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു വേഷം, ആ ടാബ്ലോയിൽ ആ വേഷം ഉപയോഗിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ കാര്യത്തിനകത്ത് ഖേദം പ്രകടിപ്പിക്കും. ഈ കാര്യത്തിൽ കമ്മീഷന് നിങ്ങൾ വിശദീകരണം കൊടുക്കുമോ? ഹലോ, കമ്മീഷൻ നിങ്ങളോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആവശ്യപ്പെട്ട് ഞങ്ങൾ അതിനകത്ത് വിശദീകരണം കൊടുക്കാനൊക്കെ തയ്യാറാണ്. ശരി. ഈ കാര്യത്തിൽ സതുദ്ദേശപരമായാണ് ടാബ്ലോ അവതരിപ്പിച്ചതെന്നും അതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നുമാണ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് ഇപ്പോൾ പറയുന്നത്.